ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്ക് സർവിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സ്വാഗതം. ഇന്നലെ ബുധനാഴ്ച ദിവസം ഏതൊക്കെ ചിത്രങ്ങളാണ് കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കിയെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് എത്തിയ ചിത്രങ്ങളടക്കം കേരളത്തിൽ മികച്ച പെർഫോമൻസ് ആണ് പല ചിത്രങ്ങളും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മുൻപന്തിയിൽ നിൽക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നസ്ലിനെ കേന്ദ്ര കഥാപാത്രമാക്കി അഭിനവ് സുന്ദർ നായിക അണിയിച്ചിരിക്കുക ഏറ്റവും പുതിയ മലയാള ചിത്രമാണല്ലോ മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന സിനിമ. വെള്ളിയാഴ്ച ദിവസം തിയേറ്ററിലെത്തിയ ചിത്രം മലയാള സിനിമയിലെ മികച്ച ഒരു ചിത്രം എന്നുള്ള ലേബൽ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മികച്ച ഒരു കളക്ഷൻ സ്വന്തമാക്കുന്ന ചിത്രത്തിന് 6ാം ദിനമായിട്ടുള്ള വർക്കിംഗ് ഡേയിൽ ബോക്സ് ഓഫീസിൽ എത്രത്തോളം വലിയ തുകകൾ കണ്ടെത്താൻ സാധിച്ചെന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം 44 ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതേസമയം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസായിട്ട് നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ വരുന്ന വീക്കെൻഡിലും ചിത്രത്തിന് നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചേക്കാം. 6 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നത് 18 കോടി രൂപയോളമാണ്. അതൊക്കെയാണ് നസ്ലിൻ്റെ കരിയറിലെ മറ്റൊരു ഹിറ്റ് ലിസ്റ്റ് ഇടം നേടുന്ന ചിത്രമായിട്ട് ബോളിവുഡ് ടൈംസ് മാറുകയാണ്. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നെത്തിയ അർജുൻ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ മികച്ച ഹോൾഡ് നിലനിർത്തുകയാണ്. 3ാം ആഴ്ചയിലോട്ട് കിടക്കുമ്പോഴും 14ാം ദിവസമായിട്ടുള്ള ചിത്രത്തിന് ഇന്നലെ ബുധനാഴ്ച ദിവസം കേരളത്തിൽ നിന്ന് മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 39 ലക്ഷം രൂപയാണ് ചിത്രം ഇന്നലെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അർജുനോടൊപ്പം തന്നെ പൃഥ്വിമൂതൻ, അഭിരാമി, ജോൺ കൊക്കൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയ ചിത്രം ആദ്യ 14 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 60 കോടി പിന്നിട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് 3ാം ആഴ്ചയിലോട്ട് കടക്കുന്ന ചിത്രത്തിന് ഇപ്പോഴും മികച്ചൊരു ഹോൾഡ് തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട്. അതേസമയം കേരള ബോക്സ് ഓഫീസിൽ നമ്പർ 1 ആയിട്ട് തുടരുന്ന മറ്റൊരു ചിത്രം ദൃശ്യം 3 എന്ന് പറയുന്ന ലാലേട്ടൻ ചിത്രമാണ്. ലാലേട്ടനെ കേന്ദ്ര കഥാപാത്രമാക്കി ജിത്തു ജോസഫ് ആയിട്ട് ഈ ഒരു സിനിമ അണിയിച്ചിരിക്കിയിട്ടുണ്ടായിരുന്നേ. 4ാം ആഴ്ചയിലോട്ട് കടന്ന ചിത്രം ഇപ്പോഴത്തെ റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ഡേ ബൈ ഡേ സംഭവമാക്കുന്നത്. 21ാം ദിനമായിട്ടുള്ള ചിത്രത്തിൽ ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 35 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് ചിത്രം 21 ദിവസമായിട്ട് ട്രെൻഡിങ്ങിനാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. ചിത്രത്തിലെ 21 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 238 കോടി പിന്നിട്ടതായിട്ടും അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ഒരു വീക്കെൻഡിൽ നല്ലൊരു കുതിപ്പ് ലാലേട്ടൻ ചിത്രത്തിൽ നടത്താൻ സാധിച്ചേക്കാം. അതോടൊപ്പം തന്നെ ഞെട്ടിക്കുന്ന മറ്റൊരു കാഴ്ച കേരള ബോക്സ് ഓഫീസിൽ തരംഗമായിട്ട് മാറുന്ന മറ്റൊരു ഹോളിവുഡ് ചിത്രമാണ്. ഒബ്സെഷൻ എന്ന് പറയുന്ന ഹൊറർ ചിത്രമാണ്. ഇപ്പോഴത്തെ കേരളത്തിലെ മിക്ക തിയേറ്ററിലും ഇതിനോടൊപ്പം തന്നെ ഈ സിനിമ ചാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മിക്കൽ ജോൺസനെ കേന്ദ്ര കഥാപാത്രമാക്കി ക്യൂറി ബാർക്കറാണ് ഈ സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. പേടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മോളിവുഡ് ടൈംസിൽ കാണുന്ന പോലെ തന്നെ ഒരു ഹോളിവുഡ് ലെവൽ എക്സ്ട്രീം ലെവൽ പേടിപ്പിക്കലാണ് ചിത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രം കേരള ബോക്സ് ഓഫീസിലും തരംഗമാവുകയാണ്. ചിത്രത്തിന് ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിന് 30 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 2000 കോടിക്ക് അടുത്തുള്ള തുക ഇതിനോടൊപ്പം തന്നെ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ ചിത്രം വിജയം ആവർത്തിക്കുന്നു പ്രതീക്ഷിക്കുക. അതോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസ് അല്ല, മറിച്ച് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തരംഗമായിട്ട് മാറുന്ന മറ്റൊരു തെലുങ്ക് ചിത്രമാണ് രാംചരൺ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ പെത്തി എന്ന് പറയുന്ന സിനിമയാണ്. രാംചരൺ, ശിവരാജ് കുമാർ, ജാൻവി കപൂർ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ബുജ്ജി ബാബു സന അണിയിച്ചിരിക്കുന്ന ചിത്രം കേരളത്തിൽ പരാജയമാണെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ വൻ തരംഗമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം ചിത്രത്തിന്റെ ആദ്യ 6 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം 332 കോടി രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട്. ഏകദേശം 300 മുതൽ 350 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്ന ചിത്രം ഹിറ്റ് ലിസ്റ്റ് ഇതിനോടൊപ്പം തന്നെ ഇടം നേടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ചിത്രത്തിന് ഈ ഒരു വീക്കെൻഡിൽ നല്ലൊരു കളക്ഷൻ സൃഷ്ടിക്കാൻ സാധിച്ച ചിത്രം ഒരു ബോക്സ് ഓഫീസ് വിജയം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് നിലവിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തകർത്തു കൊടുത്ത ചിത്രങ്ങൾ. അപ്പോൾ ഈ ലിസ്റ്റിലുള്ള ചിത്രങ്ങൾ എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം ഏതെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.